ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക. അത് കൊട്ടാരം വേണമെന്നൊന്നുമില്ല. 2 സെന്റ് ആണെങ്കിലും പഞ്ചായത്തിന് കൊടുക്കണ വീടാണെങ്കിലും മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കാതെ കിടക്കാൻ പടച്ചവനെ ഒരു ചെറിയ വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ് വീട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിക്കുന്നതും ഒരു വീട്ടിലേക്ക് പോകാനാണ്. നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ഈ രാത്രി സമയം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നതും ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവേ നമ്മുടെ തറവാടെന്ന് പറയുന്ന സ്വർഗമെന്ന വീട്ടിലേക്ക് പോകാനാ ഞാനും കഷ്ടപ്പെടുന്നത്, നിങ്ങളും കഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന പലർക്കും വീടുണ്ട്. പലർക്കും വീടുണ്ട്. വീടില്ലാത്തവർ വളരെ തുച്ഛമാണ്. എല്ലാവർക്കും വീടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീടിനെ കുറിച്ച് പറഞ്ഞത്, വീടെന്ന് പറഞ്ഞാൽ എന്തിനാ വീട് പണിയണേ? കിടക്കാൻ മാത്രമല്ല, ഉറങ്ങാൻ മാത്രമല്ല, മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ മാത്രമല്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വീട് പണിതപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണല്ലോ എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണെങ്കിലും പറയുന്നത്, ഒന്ന് വീട്ടിലെത്തിയിരുന്നെങ്കിൽ സമാധാനമായേനെ. എത്ര യാത്രയാണെങ്കിലും, കറങ്ങാൻ പോയാലും അല്ലെങ്കിൽ മക്കത്ത് പോയാലും മദീനത്ത് പോയാലും എവിടെ പോയാലും ഒരു മനുഷ്യൻ പറയുന്നത് വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ സമാധാനം കിട്ടിയേനെ. അപ്പൊ വീടെന്ന് പറഞ്ഞ സമാധാനം തരുന്ന ഒരിടം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരിടമാണെന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും വീടുകളുണ്ട്. നെഞ്ചത്ത് കൈവച്ചിട്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനമുണ്ടോ? ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് ചിന്തിക്ക്. സമാധാനം എന്ന് പറയുന്നത് ചിലര് കരുതിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് വലിയ മാണിയർ വീട് കെട്ടിയാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്നവരുണ്ട്. പാപങ്ങൾ. വളരെ വില കൂടിയ ബാംഗ്ലൂരിൽ പോയി അവിടെ പോയിട്ട് ഗ്രാനൈറ്റുകൾ കൊണ്ടുവരുന്നവർ, നല്ല തേക്കും ഈട്ടിയൊക്കെ കൊടുത്തിട്ട് നല്ല തടി കൊണ്ട് ഫർണിച്ചറുകൾ പണിയുന്നവർ, കളറുന്ന കത്തുന്ന കളർ ലൈറ്റുകൾ, മനോഹരമായ ഗാർഡനുകൾ, ഇതൊക്കെ വെച്ചാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിലൊന്നുമല്ല സമാധാനമിരിക്കുന്നത്. ഇതിലൊന്നുമല്ല സമാധാനമിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം തന്നെയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കും. ഒരാളെ നശിപ്പിക്കണമെന്ന് പടച്ചറബ് ഉദ്ദേശിച്ചാൽ അവന് കല്ലിലും മണ്ണിലുമുള്ള ആഗ്രഹം കൊടുക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും. അവൻ വീട് വെച്ച് നശിച്ചു പോകുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു. വീടിന്റെ പാലുകാച്ചിന് മുമ്പ് നമുക്കറിയാം എത്രയോ പേർ കഷ്ടപ്പെട്ട് തന്റെ ആയുഷ്കാലം മുഴുവനും കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് അവസാനം വീടിന്റെ മുന്നിലൂടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പറയാ, ഒന്ന് കയറ്റി ഒരു 5 മിനിറ്റ് അതിന്റെ മുറ്റത്ത് വെച്ചിട്ട് പോ, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. പാലുകാച്ചിന്റെ അന്ന് മയ്യത്തിറക്കിയ എത്ര വീടുകൾ നമുക്കറിയാം. പാലുകാച്ചിട്ട് നേരെ ഒരു ആഴ്ച കിടന്നുറങ്ങാനും ഭാഗ്യമില്ലാതെ മരിച്ചുപോയി എത്രയോ പേരെ നമുക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, വീടെന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ഒരു സ്ഥലമല്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു, ഒരു തറവാടുണ്ടായിരുന്നു. എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ ഭാര്യയും മക്കളും കൂടപ്പുറപ്പും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആ വീടിന്റെ അകത്താ കഴിഞ്ഞിരുന്നത്. പക്ഷേ നബിയെ, ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ആ വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞപ്പോ എന്റെ മകൻ മരിച്ചു. എന്റെ കച്ചവടം മുഴുവനും തകർന്നു തരിപ്പണമായി. എന്റെ ഭാര്യ രോഗം പിടിച്ച് കിടക്കുകയാ. നബിയെ, സന്തോഷവോ സമാധാനവോ ഒന്നുമില്ല. നബിയെ, ഒന്ന് ദുആ ചെയ്യ്. എന്തേ ചെയ്യേണ്ടത്? മുത്തുനബി പറഞ്ഞു കൊടുത്തു, ആ വീട് വിറ്റേക്കാനാ പറഞ്ഞ, കളഞ്ഞേക്കാൻ. കാരണം നിനക്ക് ആ വീട് ചേർന്നതല്ലെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. നമ്മൾ എത്രയോ പേര് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ചില വീടുകളിൽ എന്തുകൊണ്ടാണ് റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ വരുന്നില്ല എന്നുള്ളത്? നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ ശൈത്താനും മക്കളും താമസിക്കുന്നേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മലക്കല്ല, നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, നമ്മളുമുണ്ട്. പക്ഷെ നമ്മുടെ വീടിന്റെ അകത്ത് വാടക തരാത്ത ഒരുത്തനും കൂടെ താമസിക്കുന്നുണ്ട്. വാടക തരാതെ വർഷങ്ങളായി നമ്മുടെ വീടിന്റെ അകത്ത് ഒരുത്തനും അവന്റെ മക്കളും താമസിക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവൻ ആരായിരിക്കും? ശൈത്താൻ. വാടക പോലും തരണില്ല, അതിനകത്ത് കയറി കിടക്കാം. അവന് ഭക്ഷണമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ അവിടെ കഴിക്കും. എന്നിട്ട് നമ്മുടെ വീടിന്റെ അകത്ത് താമസിച്ചുകൊണ്ടിരിക്കുക. അവനെ ഇറക്കി വിട്ടാൽ മാത്രമേ റഹ്മത്തിന്റെ മലക്ക് വീട്ടിലേക്ക് ഇറങ്ങി വരൂ. ആ വീടിന്റെ അകത്തെ സമാധാനം ഉണ്ടാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് അവനെ ഇറക്കി വിടണ്ടേ? പലരും പറയാത്തത്, പഠിച്ചവൻ ഇങ്ങേരി ഇനിയിപ്പോ മന്ത്രവാദം വല്ലതും ഉണ്ടോ, ഇപ്പൊ പൈസ വല്ലതും കൊടുക്കണം, ശൈത്താനെ ഇറക്കി വിടാം. അങ്ങനെ ആവശ്യമൊന്നുമില്ല. ശൈത്താനെ നിങ്ങളുടെ വീട്ടിൽ കൂടിയിരിക്കണം, ശൈത്താനെ ഇറക്കി വിടണം. അതങ്ങനാണല്ലോ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇമാം ബുഖാരി തങ്ങൾ ഹദീസിൽ കാണാം, മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരിക. ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ വല്ലാത്ത ക്ഷീണം, ഒന്ന് കിടക്കാൻ നബിയെ. മുത്തുനബി സ്വഹാബാക്കൾക്ക് എല്ലാവരോടും പറഞ്ഞു റെസ്റ്റ് എടുത്തോളാൻ. എല്ലാവരും രാത്രി ഒരു കിട്ടിയ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങി. എല്ലാവരും ഉറങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ സുബഹി ഖളാ ആയി. സുബഹി ഖളായി. പ്രവാചകൻ സഹാബത്തിനൊക്കെ വിളിക്കാൻ തുടങ്ങി. എന്തേ സഹാബ എല്ലാവരും ഉറങ്ങാൻ വിളിക്കുക? ബിലാൽ തങ്ങളോട് ചോദിച്ചു, എന്തേ ബിലാലെ വിളിക്കാൻ? ഞാൻ നബിയെ, നിങ്ങൾ ഉറങ്ങിയില്ലേ നബിയെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാരും ഉറങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ ആരും നിൽക്കരുത്, പെട്ടെന്ന് വാഹനങ്ങളിൽ കയറാൻ പറഞ്ഞു. ഈ ഭൂമിയിൽ ആരും നിൽക്കരുത്, പെട്ടെന്ന് വാഹനത്തിൽ കയറ്. ധൃതി കാണിച്ചു. എല്ലാരും പെട്ടെന്ന് വാഹനത്തിൽ കയറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്തേ നബി അവിടെ നിന്ന് ഓടിയത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഖളാ ആകണമെങ്കിൽ, എല്ലാവരും ഉറങ്ങിപ്പോകണമെങ്കിൽ ആ ഭൂമിയിൽ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്ത് കൂടിയിരിക്കണ ശൈത്താനിനെയും അവന്റെ മക്കളെയും ഇന്നത്തെ രാത്രിയോടുകൂടി ഇറക്കി വിടണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇറക്കി വിടണ്ടേ? ആദ്യം നമ്മുടെ തലയിൽ കൂടിയിരിക്കുന്നവനെ ഇറക്കി വിടണം. ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ്. വയ്യ, നാളെ മുതൽ എഴുന്നേക്ക്. ബിസ്മില്ല. വയ്യ. താത്തമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ബിസ്മില്ല. എല്ലാം എഴുന്നേറ്റ്. ബിസ്മില്ല. എല്ലാവർക്കും വയ്യപ്പാ. പഴയ പോലെ ആരോഗ്യമൊന്നും ഇല്ല അല്ലേ? എഴുന്നേക്കാനും ഇരിക്കാനൊന്നും വയ്യ. റെസ്റ്റ് എടുക്കുക. എല്ലാം റെസ്റ്റാ. എവിടെ റെസ്റ്റ്? നാളെ മുതൽ ഇവിടെ എങ്ങനെ ഖബറുണ്ടോ? വെമ്പായത്ത് കൊണ്ടുപോകണമില്ലേ? ഒരുപാട് ദൂരം ഉണ്ടില്ലേ? 1/2 കിലോമീറ്റർ. എളുപ്പമാ. അപ്പൊ നാളെ കൊണ്ടുപോകാൻ എളുപ്പമാ. നാളെ കൊണ്ടുപോകാൻ എളുപ്പം. ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. അവിടെ പോയി റെസ്റ്റ് എടുക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ, പോവില്ലേ? തീർച്ചയായിട്ടും പോവല്ലോ. പള്ളിപ്പറമ്പിലേക്ക് പോകുമല്ലോ. അത് നാളെയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അല്ലേ? നമ്മളിൽ പലർക്കും മരിക്കുമെന്നറിയാം, എന്നിട്ട് എന്തോ നന്നാകത്തെന്നറിയാവോ? ഒരു ചിന്തയുണ്ട്, ഇപ്പോഴെങ്ങും പോവില്ല. നമ്മൾക്കൊരു ചിന്തയുണ്ട്, നമ്മൾ ആരും ഇപ്പോഴെങ്ങും മരിക്കൂല. അള്ളാഹു നമ്മുടെ മരണം മനോഹരമാക്കി തരുമാറാകട്ടെ. എങ്കിൽ നാളെ ഇവിടെ ബഹുമാന്യനായ വഹാബ് നഈമി ഉസ്താദ് വഅദ് പറയുമ്പോൾ ഇവിടെ ഇരുന്നാണോ കേൾക്കുന്നത്, ഖബറിൽ ഇരുന്നാണോ കേൾക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വല്ല അടയാളമുണ്ടോ? ഒരാളുടെ മരണം അടുത്തു എന്നറിയാൻ വല്ല വഴിയുണ്ടോ? വെടികൊണ്ടതുപോലെ നിൽക്കാതെ പറ, ഇല്ല, ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെയൊക്കെ മരണം അടുത്തോ എന്നറിയാൻ എത്ര അടയാളുണ്ട്? പറഞ്ഞ എത്ര അടയാളുണ്ട്? 5 അല്ല 3 അടയാളമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? അത്രയ്ക്കും ധൈര്യ? ഈ ചിരിയൊക്കെ അങ്ങ് മാറും. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ ചിരി അങ്ങ് മാറും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണം. അപ്പൊ നേരെ നിൽക്ക്. നിനക്ക് കുഴി വെട്ടാൻ സമയമായോ എന്നുള്ള അടയാളം നോക്കിക്കോ. ഞാൻ അടയാളമൊക്കെ പറഞ്ഞുതരാം. അള്ളാഹു നാളെ രാവിലെ എഴുന്നേക്കാൻ ആയുസ് തന്നാ വെമ്പായത്ത് പോയിട്ട് കഫൻ തുണി വാങ്ങണം കേട്ടോ. ഈ പറയുന്ന 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ വെമ്പായത്ത് പോയിട്ട് കഫൻ തുണി വാങ്ങണം. കടം വല്ലതും വീട്ടാനുണ്ടെങ്കിൽ വീട്ടിക്കോണം. യാത്ര പറയണമെങ്കിൽ പറഞ്ഞോണം. പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി ആണുങ്ങൾ ഒരു ഖബറും കുഴിച്ചിട്ടോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഇനി ഫർദ് എഴുന്നേക്ക് ബിസ്മില്ലാ, താത്താമാരൊക്കെ എഴുന്നേക്ക്. പള്ളിക്കുഴി പോകുന്ന അടയാളം കേൾക്കുമ്പോൾ എന്തിനാ ഇരിക്കണം? എല്ലാ താത്താമാരും എഴുന്നേക്ക്. എല്ലാത്തിനും വയ്യ. 500ഉം 1000ഉം മാറാൻ ഒന്നാം സഫിലുണ്ടായിരുന്നു. ഒരസുഖം ആർക്കും ഇല്ല അല്ലേ? 500 1000 മാറിയപ്പോ ആധാരം പിടിച്ചോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നു? ഒരു വേദനയില്ല. കാരണം മാറാനുള്ള തിരക്കായിരുന്നു. എഴുന്നേക്ക് ബിസ്മില്ലാ, പള്ളിക്കുഴി പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടിരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ അടയാളം എന്താ? നേരെ നിൽക്കുവാപ്പാ, എല്ലാം നിന്നോ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ അടയാളം ബയാലു ശഅരിക ബഅദ സവാദിഹി. തലയിലൊക്കെ നോക്കണം. താടി ഉണ്ടെങ്കിൽ അതിൽ കൂടെ നോക്കിക്കോ. ഈ താത്താമാരൊക്കെ തലയിൽ മുടികി നോക്കിക്കോ. നിങ്ങളുടെ എല്ലാവരുടെയും ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ പോക്കിന്റെ സമയം അടുത്തു, തയ്യാറായിക്കോ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയിനാ റസൂലുള്ളാഹി. ഒരൊറ്റ മുടി നരച്ചിട്ടുണ്ടോ കാക്ക? പള്ളിപ്പറമ്പിൽ പോയി ഒരു കുഴി വെട്ടിട്ടിയോ, നാളെ പോയി കഫൻ തുണിയും വാങ്ങിച്ചോ, നിന്നെ കൊണ്ടുപോകാൻ അസ്റായിൽ വരാൻ സമയമെടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനായില്ലേ? എല്ലാത്തിന്റെയും മുടി നരച്ചില്ലേ വാപ്പ? ഒരെണ്ണമല്ല. ഇനി കറുത്തത് വല്ലതും ഉണ്ടോ നോക്കണം. ഞാൻ പുറകോട്ടൊന്നും നോക്കണില്ല. ഹത്തീബ് ഉസ്താദ് രക്ഷപ്പെട്ടെന്ന് തോന്നില്ലേ അല്ലേ? വടിച്ചാലും പെയിന്റ് അടിച്ചാലും പിടിത് കളഞ്ഞാലും മൈലാഞ്ചി ഇട്ടാലും അടയാളം തന്നെയാ. അടയാളം തന്നെയാ. നല്ലതുപോലെ തിരയണം താത്താമാരെ കേട്ടാ. പോയിട്ട് നല്ലതുപോലെ നോക്കിക്കോ. ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. സമാധാനായില്ലേ? ഏകദേശം. ഇനിയിപ്പോ കുറച്ചു പേരുണ്ട്. രണ്ടാമത്തെ അടയാളം എന്താ? മുടി നരയ്ക്കാത്തവൻ സന്തോഷിക്കേണ്ട. രണ്ടാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങളാണ്. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. അസുഖങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ക്യാൻസർ വേണമെന്നൊന്നുമില്ല കേട്ടാ. നിത്യമായിട്ടൊരു തലവേദനയാണെങ്കിൽ അത് മതി. എങ്ങനെ രക്ഷപ്പെടുന്നില്ല? ഒരു തലവേദനയെങ്കിലും ഒരു തലവേദന. നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തെ അടയാളം, പഴയ ആരോഗ്യം ആർക്കെങ്കിലും ഉണ്ടോ? ഓടാനും ചാടാനൊക്കെ പറ്റുമോ? ഒന്ന് ഇവിടെ നിന്ന് അവിടെ വരെ നടക്കുക. ഒരു 10 മിനിറ്റ് നിന്നാ വേദന തുടങ്ങി. പള്ളിയിൽ പോയിട്ട് കസേരയിൽ ഇരുന്നിട്ട് നിസ്കാരം. കസേര നിസ്കാരം. ഇപ്പം പണ്ട് കസേര കളി ഉള്ളതുപോലെ ഇപ്പൊ കസേര നിസ്കാരമാ. പള്ളിയിലെ കല്യാണ വീട്ടില് മരണ വീട്ടിൽ ഇട്ടിരിക്കണ പോലെ കസേര. പള്ളിയുടെ ശാപമായിട്ടാ കസേര. കത്തിച്ചു കളയണം. 500ന്റെ നോട്ട് 1000 2000ന്റെ നോട്ടിട്ടെടുക്കാൻ പറഞ്ഞ കമന്നു വീഴും. കസേര ഇരുന്നിട്ട് സുജൂദിയ ഇല്ല അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും വേദന. ജോയിന്റുകൾക്കൊക്കെ വേദന. തൊലിയൊക്കെ ചുളുങ്ങി. ഇതിലെ കൂടെ നെഞ്ചും വെളുപ്പിച്ച് നെഞ്ചും വിരിച്ച് നടന്നവന്മാരൊക്കെ വളഞ്ഞു തുടങ്ങി. അത് പള്ളിക്കുടി നിന്നെ കൊണ്ടുപോകാൻ പോയതിന്റെ സമയം അടുത്തതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ മൂന്നും ഇല്ലേ വാപ്പ നിങ്ങൾക്ക്? ഈ 3 അടയാളവും നിങ്ങളിൽ പലർക്കും ഇല്ലേ? ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്ന് മുതൽ ഒരുങ്ങിക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഇരിക്കും സമാധാനത്തോടെ. അൽഹംദുലില്ലാ. ഇപ്പോഴാ മുഖത്തൊക്കെ ഒരു സന്തോഷമായത്. നിങ്ങൾ ഇരിക്കുമ്പോ 4 പേര് എന്തിനാ നിക്കണേ? ഇരുന്നോപ്പാ. സംഘാടകർ ഉള്ള കസേര പറക്കിയിട്ടൂടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലര് ചിരിക്കുന്നു. ഉസ്താദെ മുടിയും നരച്ചില്ല, ഒരു തലവേദന പോലുമില്ല, എന്റെ ഗ്ലാമറിന് ഒരു കുഴപ്പമില്ല. എടാ, ഇത് വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുണ്ട്, അങ്ങനെ കാര്യമുണ്ട്. ഇത് വേണോന്ന് യാതൊരു മുടി നരച്ചവര് മാത്രമേ മരിക്കുന്നല്ല. ഒരടയാളവും വേണ്ട. ബൈക്ക് എടുത്തിട്ട് പാഞ്ഞതാ, ഇപ്പൊ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹുവേ പടച്ചവനെ, നമ്മുടെ വീടുകൾ അല്ലാഹുവേ, നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ വീടുകളും മലക്കുകൾക്ക് അറിയൂല. നമ്മുടെ വീടുകളും മലക്കുകൾക്ക് പരിചയമില്ല. നമ്മുടെ വീടിന്റെ അകത്താണെങ്കിൽ ശൈത്താനും അവന്റെ മക്കളും വാടക തരാതെ താമസിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ശൈത്താനിനെയും അവന്റെ മക്കളെയും ഇന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ സദസ്സിൽ
സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ വീടുകൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, ഈ നാട്ടുകാർക്ക് മുഴുവനും നിന്റെ വീട് അറിയണമെന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നിന്റെ വീട് നല്ല പരിചയമാ. നിന്റെ വീടുകൾ അള്ളാഹുവേ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. നിന്റെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ കിടന്നു വരുന്നുണ്ട്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ നാട്ടിലെ ചില വീടുകൾ അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങി കാണുന്നത് പോലെ ആകാശത്ത് നിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീടുകൾ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനമേതെന്നറിയുമോ? ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണ്? മലക്കുകൾ കാണുന്നതിന് വേണ്ടി വരി വരിയായി ഇറങ്ങി വരുന്ന ഭവനമേതാണ്? മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന, മലക്കുകൾ വന്ന് ദുആ ചെയ്യുന്ന ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് മലക്കുകൾക്ക് പരിചയമുള്ള അതാ മലക്കുകൾ അവിടുന്ന് വീട് തേടിയിട്ട് ഇറങ്ങി വരുന്ന ഭൂമിയിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, 5 വീടുകളാണ്, 5 വീടുകളാണ് പ്രകാശിക്കുന്നത്. ഈ നാട്ടിലെ 5 വീടുകൾ ഈ നാട്ടുകാർക്കറിയില്ലെങ്കിലും മലക്കുകൾക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ തുടങ്ങുന്ന ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് പരിചയമുള്ള 5 വീടുകളാണുള്ളത്. അതിലെ ഒന്നാമത്തെ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ വീടാ വീട്ടിലുണ്ടോ? ആ ലിസ്റ്റിൽ നിങ്ങളുടെ വീടുണ്ടോ? മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാണോ? ഇബ്ലീസിന്റെ സാന്നിധ്യമുള്ള വീടാണോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഭവനമേതെന്നറിയുമോ? ഈ ലോകത്തുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. പടച്ചവനെ, ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലം കിട്ടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. മുത്തുനബിയുടെ മസ്ജിദ് നബവി ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 50,000 പ്രതിഫലം. ആ മസ്ജിദ് നബവിയാകട്ടെ, അല്ലെങ്കിൽ ഫലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് 25,000 റക്അത്തിന്റെ പ്രതിഫലമാ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ തക്കാവാകട്ടെ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ സർവ്വ പള്ളികളും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ പള്ളി നാളെ സ്വർഗ്ഗത്തിലാണ്, ഈ പള്ളി നാളെ സ്വർഗ്ഗത്തിലാണ്. വെറുതെയല്ല പോകുന്നത്, വെറുതെയല്ല പോകുന്നത്. ഈ പള്ളി നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ 5 വിഭാഗം ആൾക്കാർ ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ ഈ പള്ളി പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ നാട്ടുകാരായ 5 ആൾക്കാരുണ്ടല്ലോ, ഈ നാട്ടിലെ 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പള്ളിക്കകത്തിരുന്നാണ് സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവേ, ആ ഭാഗ്യം നീ ഇവർക്ക് നൽകണേ അല്ലാ. ലോകത്തുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ ഭവനങ്ങളാ, അല്ലാഹുവിന്റെ വീടാണ്. ഈ വീടുകൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീടായ ഈ പള്ളിയുണ്ടല്ലോ, ഇത് അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ് സഹോദരാ? AC വെച്ചിട്ടല്ല, കളറുന്ന വലിയ വലിയ ലൈറ്റുകൾ വെച്ചിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീട് എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ വീട് അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? അത് ഇബാദത്ത് ചെയ്തിട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വീട് അലങ്കരിക്കേണ്ടത് ഇബാദത്തുകൾ കൊണ്ടാണ്, സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് എന്ന് മുത്തുനബി അവിടുന്ന് പറഞ്ഞു തരുമ്പോ ഈ നാട്ടിലെ മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ വീടേതെന്നറിയുമോ?
എല്ലാ ദിവസവും 5 നേരം ഈ പള്ളിയിൽ നിന്ന് വിളിക്കുന്നു ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ പരിസരത്തുള്ള ഏത് വീടിന്റെ അകത്താണോ നമസ്കാരം നടക്കുന്നത്, ഏത് വീടിന്റെ അകത്താണോ നിസ്കരിക്കുന്നത്, ആ വീട് മലക്കിന് നല്ല പരിചയമുള്ള വീടാ, ആ വീട് മലക്കുകൾ തേടി വരുന്ന വീടാ, ആ വീടാണ് പ്രകാശിക്കുന്നത്, അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് ഒത്തൊരുമയുള്ളത്, അവിടെയാണ് തിന്നാൽ വയറ് നിറയുന്നത്, അവിടെയാണ് ഭാര്യയുടെ കൂടെ കിടന്ന തൃപ്തിപ്പെടുന്നത്, അവിടത്തെ മക്കളെ നോക്കിയാലാണ് കണ്ണിന് കുളിർമയുള്ളത്, അവിടെയാണ് സന്തോഷവും സമാധാനവും ഉള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മലക്കുകൾ കാണാൻ ഇറങ്ങി വരുന്ന ഭൂമിയിൽ പ്രകാശിക്കുന്ന ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ പ്രകാശിക്കുന്നതായി കാണുന്ന വീടുകളിൽ ഒന്നാമത്തെ വീട് ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ നാട്ടിലെ ഏത് വീടിന്റെ അകത്താണോ നമസ്കരിക്കുന്നത് ആ വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നല്ലതുപോലെ ഒന്ന് സ്വന്തം ആലോചിച്ച് നോക്ക്. നിന്റെ വീടിന്റെ അകത്ത് അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ? നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയണില്ല, നിങ്ങളൊക്കെ നല്ലവരാ, നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാ, നിങ്ങളൊക്കെ നല്ലവരാ. പക്ഷേ നിങ്ങളുടെ പെണ്ണുമ്പോൾ നിസ്കരിക്കാറുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, ഇല്ലാന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാ. നിങ്ങളുടെ ഭാര്യമാര് നിസ്കരിക്കാറുണ്ടോ? നിങ്ങളുടെ മക്കള് നിസ്കരിക്കാറുണ്ടോ? എന്തേ അവർക്കൊന്നും നിസ്കാരമില്ലേ? അവർക്കൊന്നും നിസ്കാരമില്ലേ? എന്റെ വാപ്പ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞ എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക്. കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? കൈവക്കിക്ക്. തത്തമാരെ ഒരു കൈവങ്ങട്ടെ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ എന്ന് കൈവക്ക്. A+ വാങ്ങിയില്ലെങ്കിൽ മടലി വെട്ടി തള്ളു. A+ അല്ലേ? രാവിലെ എഴുന്നേ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല്. എടാ 7 മണി 7:30 ആകുമ്പോ സ്വർഗത്തിലേക്കുള്ള ബസ് വരും. 6:45 താത്ത വിളിയാ, എഴുന്നേക്ക്. എഴുന്നേറ്റില്ലെങ്കിൽ തല്ലും. എവനെ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ. എന്തേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ എന്ത് ചിന്തിച്ചു? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ മാത്രം, നിങ്ങളാണെങ്കിൽ അങ്ങോട്ട് 5 നേരം ഉസ്താദ് ഞാൻ സുബഹി പള്ളിയിൽ പോയി നിസ്കരിക്കണേ, ഒരൊറ്റ വക്കത്ത് പോലും ഞാൻ വിടാറില്ല. ഇശായി നിസ്കരിച്ച് ഹദ്ദാദും കഴിഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ പോകുന്ന, ഉസ്താദിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടാ പോകുന്നേ. എന്റെ നിങ്ങളും മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? നിങ്ങളെ മാത്രം പോയാ മതിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഖു അൻഫുസകും വ അഹ്ലീകും നാറാന്നല്ലേ. മോനെ, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നല്ലേ അള്ളാഹ് പറഞ്ഞേ. നീ മാത്രം പോയാ പോരാ, നീ നിന്റെ ഭാര്യയെയും മക്കളെയും കൂടെ കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ അല്ലാഹ് നോക്കൂല, അവരുടെ മുഖത്ത് നോക്കൂല, കരുണ കാണിക്കൂല, സംസാരിക്കൂല, ഒരു പരിഗണനയുമില്ല. 3 വിഭാഗം. കള്ളുകൂടിയന്മാരല്ല, വ്യഭിചരിച്ച് നടക്കുന്നവന്മാരല്ല, പലിശ കച്ചവടം നടത്തുന്നവന്മാരല്ല, നിസ്കരിക്കാത്തവരല്ല, കാഫിരീങ്ങളല്ല. പിന്നെ ആരെന്നറിയോ? 3 വിഭാഗം. അള്ളാഹു മുഖത്ത് പോലും നോക്കാത്ത 3 വിഭാഗം. അതിലെ ഒന്ന്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ നിനക്കറിയാതെ തെറ്റാണെന്ന് തിരുത്തി കൊടുക്കൂല, നീ നിസ്സാരമായി അത് തെള്ളിക്കളയും. നിനക്ക് തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും, നീ ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരുമാകട്ടെ, പ്രഭാഷകനാണെങ്കിലും ആരാണെങ്കിലും, നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു രക്ഷയില്ല, അല്ലാഹ് നിന്നെ പിടിച്ചു നിർത്തും.
ഭാര്യയും മക്കളും നിസ്കരിക്കുന്നില്ല, അത് തിരുത്തി കൊടുക്കാൻ, പറഞ്ഞു നിസ്കരിപ്പിക്കാനുള്ള മനസ്സ് നിനക്കില്ല. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈച്ചയെ പായിക്കണ പോലെ അത് സിമ്പിളായിട്ട് നീ അങ്ങ് കരയും. നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റ സ്റ്റോപ്പ് ചോദിക്കും, ഉസ്താദെ മക്കളൊക്കെ വളർന്നില്ലേ ഉസ്താദെ, പ്രായപൂർത്തിയായില്ലേ ഉസ്താദെ, എന്ത് ചെയ്യും? അങ്ങനെ പെട്ടെന്നുള്ള ചോദ്യം, മക്കളൊക്കെ പ്രായപൂർത്തിയായില്ലേ, വളർന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട വാപ്പ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു വിട്ടു. ഭർത്താവിന്റെ കൂടെ വീടിന്റെ അകത്ത് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്ക്, ഭർത്താവ് അലിയാർ തങ്ങളുടെ കൂടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ സുബഹിക്ക് വീടിന്റെ മോളെ കെട്ടിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിച്ചു, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കും മോളെ. കല്യാണം കഴിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പ്രവാചകൻ വിളിച്ചു, നിങ്ങൾ കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിലെങ്ങും പോണ്ട, ഇറങ്ങി പോകണ വഴിയിൽ അടുത്ത റൂമിൽ കിടക്കുന്നുണ്ട് 18 തികഞ്ഞവൻ 19 തികഞ്ഞവൾ വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. ആ വാതിലെല്ലാം ഒന്ന് മുട്ടിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എത്ര പേരാ പറഞ്ഞു കൊടുക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നിന്നോട് ചോദിക്കും നിന്റെ ഭാര്യ അവളെക്കുറിച്ച്. അള്ളാഹു നിന്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും, അത് അള്ളാഹ് നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നാളെ അള്ളാഹ് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ പെണ്ണും പിള്ളയെ കുറിച്ച് നിന്നോട് ചോദിക്കും, നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് ചോദിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭർത്താവിനെന്നറിയുമോ? രാവിലെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ടതാ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കടന്നുപോയി. നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമ്പോ നിന്റെ ഭാര്യ അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒലുപെടുത്തിട്ട് നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളിയുണ്ടല്ലോ, അതിങ്ങനെ ഇതാ കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ വെള്ളം കൊണ്ട് കുളഞ്ഞിട്ട് അസ്മാ ആമിന എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് പറയുന്ന ഭർത്താവിന് സ്വർഗം. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഇവിടെ വിളിക്കുന്ന ഭാര്യയുമില്ല, വിളിക്കുന്ന ഭർത്താവും ഇല്ല, രണ്ടുപേരും മത്സരമാ ഉറക്കാൻ, രണ്ടുപേരും മത്സരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാനത്താ നിന്റെ ഭാര്യ, നിന്നെ അള്ളാഹു ചോദിക്കും നിന്റെ ഭാര്യയെ കുറിച്ച്. നിന്റെ മക്കള് അത് അള്ളാഹ് നിനക്ക് തന്നെ തിന്നാൻ മാത്രം കൊടുത്താൽ പോരാ. അപ്പ വേണം മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, വേണ്ടതൊക്കെ ഉടുപ്പ് വസ്ത്രം എന്ത് ചോദിച്ചാലും നീ മേടിച്ചു കൊടുക്കുമല്ലോ, കൊടുത്താൽ മാത്രം പോരാ. നാളെ അള്ളാഹു നിന്നോട് ആ മക്കളെ കുറിച്ച് ചോദിക്കും. ആ മക്കളെ കുറിച്ച് നാളെ നിന്നോട് അള്ളാഹു വിചാരണ ചെയ്യും. നീ അവന്റെ വാപ്പയാ, നീ തെറ്റ് തിരുത്തി കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പലർക്കും അറിയാം, ഞാൻ പറഞ്ഞാൽ എന്റെ മക്കള് കേൾക്കൂല. അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ ഈ പറവ നടക്കുന്ന പോലെ മുടിയും വളർത്തിയിട്ട് നമ്മുടെ മക്കള് നടക്കോ? പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്ക്, പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പയ്യൻ ഇങ്ങനെ നടന്നിട്ടുണ്ടോ മുടിയും വെട്ടിയിട്ട്? കീറി പറഞ്ഞ ഒരു പാൻറ് വിട്ടുകൊണ്ട് നടക്കണം ഫക്കീർ എന്ന് വിളിക്കുക, മിസ്റ്റീൻ അവനാ, എടാ കീറി പറഞ്ഞ പാൻറ്, എടാ പിച്ചക്കാരൻ, അങ്ങനെയുള്ളവനാ കീറി പറഞ്ഞ. ഇന്ന് ചെറുപ്പക്കാര് കീറി പറഞ്ഞത് മാത്രമേ ഇടത്തുള്ളൂ, അത് മോഡലാ. പിച്ചക്കാരന്മാര് നടക്കുന്ന പോലെ നിന്റെ മോൻ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കീറി പറഞ്ഞ പാൻറ്റാ നിന്റെ മോന് വാങ്ങിക്കൊടുക്കണ്ടേ? മുടി വെട്ടാനുള്ള പൈസ ഇല്ലേ? ഇങ്ങനെ നടക്കാ പറവയെ പോലെ കുരുവിയുടെ കൂടും ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കൾ. ഇത് ചോദിച്ചാ പറയൂ ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല്ലോ ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ വിട്ടൂല്ലോ ഉസ്താദെ, ഒറ്റ വാക്ക് തീർന്നല്ലോ.
ഇതെങ്ങനെ പറഞ്ഞ അങ്ങ് തീർന്നല്ലോ. നാണം വേണം വാപ്പ. ചെലവിന് കൊടുത്ത് സ്വന്തം നട്ടല്ലി പിറന്ന മകനെ നേരേക്ക് നിർത്താൻ പറ്റണില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് നോക്കണം. ഈ ഇരിക്കണ നിങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും പറയോ? ഉപ്പ ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഓൻ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനത്തെ മക്കളാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാൻ വഴിയുണ്ട്. ഏത് നിസ്കരിക്കാത്ത നിന്റെ മകനാകട്ടെ, മകളാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അടിക്കണ്ട, പട്ടിണി കിടണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയ കൊടുത്താൽ മതി. ഒരേ ഒരു ആയത്ത് ഓതി അങ്ങോട്ട് കൊടുത്താ നിന്റെ മകൻ മുസ്ലിമാണോ, നിന്റെ മകൻ ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടോ, എഴുന്നിട്ട് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒറ്റ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇനി അതിനുള്ള സമയമുള്ളൂ, കറക്റ്റ് 1 മണിക്കൂർ. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ പഠിച്ചു വെക്കണം. ഈ ആയത്ത് ഉറങ്ങുന്ന മക്കൾ നാളെ സുബഹിക്ക് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഈ ആയത്ത് ഓതിയാ മതി. നിന്റെ മോൻ എഴുന്നേക്കും. അതിനി എങ്ങനെ നടക്കുന്നവനാണെങ്കിലും. അവൻ മുസ്ലിമാണോ, അല്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ, പള്ളിപ്പറമ്പിൽ പോയി കിടക്കേണ്ടവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ? എനിക്കിങ്ങനെ വലിയ അറിയില്ല, പാട്ടൊന്നും പാടാൻ അറിയില്ല. ഞാനിങ്ങനെ ക്ഷമിച്ച് സഹിച്ചിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഇൻഷാ അല്ലാഹ് പഠിക്കുമല്ലേ? പഠിക്കല്ലേ? അള്ളാഹുവെ, ഈ സദസ്സിൽ ഇരുന്നിട്ട് ആര് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയണം? മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞ അതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഒരിത്തിരി കൂടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ മാറ്റം ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്, മാറ്റം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചങ്ങായിമാരെ, പള്ളിയിലെ ഹത്തീബ പാവപ്പെട്ടനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുപ്പാ. ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ വന്നു. ഉസ്താൻ ഇവിടെ ഉണ്ടോ? അതോ ഉസ്താന്മാർക്കാ കഴിച്ചു? ഉസ്താൻ നിങ്ങളിപ്പോൾ കഴിച്ചിട്ട് വരും. ഉസ്താനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കപ്പാ. അൽഹംദുലില്ലാഹ്. അൽ ഉലമാ വറസത്തുൽ അംബിയ. അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർ. അള്ളാഹ് ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായോപ്പാ. ഇപ്പൊ വന്നതേ ഉള്ളില്ലേ? അപ്പൊ ഇനി പള്ളിയൊക്കെ പുതിയ പള്ളിയാ. സാധാരണ പള്ളിയൊക്കെ ജുമാഅത്ത് പള്ളിയൊക്കെ ആകുമ്പോൾ പള്ളി പുതിയതാകുമ്പോൾ പിന്നെ ഉസ്താദ് പഴയത് പറ്റൂല, പുതിയ തന്നെ വേണം. എന്തായാലും നിങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ശരി, അള്ളാഹു ഖൈറാകുന്ന കാലത്തോളം ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞ ചങ്ങായിമാരെ. കാരണം ഉസ്താദ്മാരെന്തെങ്കിലും പറഞ്ഞാൽ പോയി. പണ്ട് നിങ്ങൾ ആലോചിക്കേ, പണ്ട് ഈ ഇരിക്കണേ, എനിക്കിപ്പോൾ 33 വയസ്സ്, എന്നെക്കാളും പ്രായമുള്ളവർ ഇതായിരിക്കണവരൊക്കെ പണ്ട് വീട്ടിൽ പോയിട്ടേ ഉസ്താദ് തല്ലി എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? പണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വാപ്പ എന്നെ ഉസ്താദ് തല്ലി എന്ന് ഒരാളും പറയൂല, കൊണ്ടാലും മിണ്ടാതിരിക്കും. കാരണം വീട്ടിൽ പോയി പറഞ്ഞ വാപ്പായും തല്ലും. നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാ ഉസ്താദ് നിന്നെ തല്ലി എന്ന് പറഞ്ഞ് വാപ്പായും തല്ലും. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് എന്നെ കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ ഉണ്ടാകും വാപ്പമാര്. അതാ അവസ്ഥ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, പഠിച്ചോ. ഇന്ന് മുതൽ പഠിച്ചോ. എന്റെ ഉമ്മമാരെല്ലാവരും പഠിച്ചോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നാളെ രാവിലെ മുതൽ ഈ സദസ്സിലിരിക്കുന്ന വാപ്പാ, നിനക്ക് നിന്റെ മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ? നിന്റെ കുടുംബത്തോടൊപ്പം നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിനക്ക് ഒരുമിച്ച് കൂടണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നാളെ രാവിലെ മുതൽ നിന്റെ മക്കൾക്ക് ഓതിക്കൊടുത്തോ. കിടന്നുറങ്ങുന്ന മക്കളാകട്ടെ, കിടന്നുറങ്ങുന്ന ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുടെ ചാരത്തേക്ക് കിടന്നു ചെന്നിട്ട് ഓതണ്ട ആയത്തേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ ആയത്താണ് നാളെ മുതൽ ഓതി കൊടുക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുകു വൽ ആകിബതു ലിത്തഖ്വാ.
ഈ ആയത്ത് നിങ്ങളെല്ലാവരും പഠിച്ചോ. നാളെ മുതൽ ഓതാനുള്ളതാണ്. മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ള ഓരോ ഉപ്പയും ഉമ്മയും ഈ ആയത്ത് പഠിച്ചോ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ്. പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വഅമുറഹിലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ നീ എല്ലാ വെള്ളിയാഴ്ചയും ഒരു കാഴ്ച കാണുന്നവനാട്. പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അള്ളാന്റെ പള്ളിയുടെ മുന്നിലിരുന്നിട്ട് മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം വാങ്ങാ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുന്നിലിരുന്നിട്ട് പിരിവെടുക്കുന്നവരാ കാണുന്നവരാ. നിന്റെ വീട്ടില് പടച്ചവനെ ഈ റമളാൻ മാസത്തില് എത്രയോ പേര് നിന്റെ വീടിന്റെ മുന്നിൽ പിരിവിന് വരുന്നത് കണ്ടവനാ. എങ്കിൽ അല്ലാഹു പറയുകയാ, നിനക്കങ്ങനെ ഒരു ഗതി അല്ലാഹു വരുത്തൂല. നിനക്കല്ല അങ്ങനെ ഒരു ഗതി വരുത്തൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തികെട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.